വാഹനങ്ങളിലുള്ള ചില ക്ലച്ച് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്ട് അറിയുന്ന രീതിയിൽ പറയാനാണ് ഇപ്പോൾ ലൈവിൽ വന്നത്. അതായത് ഈ ക്ലച്ച് ഡിസ്കുകളൊക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് വാഹനങ്ങൾ നമ്മൾ പെട്ടെന്ന് ക്ലച്ച് ഒഴിവാക്കി കഴിഞ്ഞ് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുക. ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഈ സ്പ്രിങ് പൊട്ടിപ്പോകുന്നത്. ആ സ്പ്രിങ് ഇപ്പോൾ ഈ നിസാൻ്റെ വണ്ടിയാണ് അധികവും സ്പ്രിങ് പൊട്ടിപ്പോണത്. അപ്പോൾ അതിന് നമ്മളൊരു പരിഹാരം എന്നുള്ളതാണ് ഇപ്പോൾ ഇത്. ഈ സ്പ്രിങ്ങിൽ ചെറിയ ഇങ്ങനെയുള്ള ഇരുമ്പിൻ്റെ ദണ്ടുകൾ ഇതിങ്ങനെ കയറ്റി വെച്ചതാണ്. അതിനുശേഷം ഇതിങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അധികം സ്പ്രിങ് പൊട്ടിപ്പോകുന്നില്ല. അതിനുള്ളൊരു പരിഹാരമായിട്ട് ആക്കി വെച്ചതാണ്. ഇപ്പോൾ ഇതിലൊക്കെ ഈ സ്പ്രിങ് കയറ്റി സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഈ ദണ്ട് കയറ്റി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സമയത്ത് ഈ ഡിസ്ക് ഇങ്ങനെ ഓവർ ഇങ്ങനെ തിരിയൂല, ഒരു മിതമായ ലെവലിൽ ഇങ്ങനെ തിരിയും. ആ തിരിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ സ്പ്രിങ് ഇങ്ങനെ ചെയ്ത് വെച്ചത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചില പ്രഷർ പ്ലേറ്റുകൾ നമ്മൾ ക്ലച്ചും പ്രഷർ പ്ലേറ്റും എവിടെന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് മാറ്റി തരുന്ന സമയത്ത് ഡിസ്ക് മാത്രം നല്ലതായിട്ട് കാര്യമില്ല. പ്രഷർ പ്ലേറ്റ് അത്യാവശ്യം ടെൻഷൻ ഇതുപോലെ ടെൻഷൻ ഉണ്ടാവണം. ഈ ടെൻഷൻ ഇല്ലെങ്കിൽ പ്രഷർ പ്ലേറ്റ് വണ്ടി വലിക്കൂല. മെയിനായിട്ട് നോക്കേണ്ടത് പ്രഷർ പ്ലേറ്റാണ്. പ്രഷർ പ്ലേറ്റിൻ്റെ ഉള്ളിലെ ക്ലച്ച് ഡിസ്ക് നന്നായാലും അതിന് മോശമായാലും പ്രഷർ പ്ലേറ്റ് ക്ലിയർ അല്ലെങ്കിൽ വണ്ടി വലിക്കൂല. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഈ ക്ലച്ച് മാറ്റുന്ന സമയത്ത് ഗിയറിടുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ വർക്ക് വീഴുക. അപ്പോൾ അടിയിൽ ക്ലച്ച് ഓഫായിട്ടില്ല, ഗിയർ പോകില്ല. ക്ലച്ച് പുതിയതായിട്ടും കാര്യമില്ല, വണ്ടി വലിക്കില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാവുന്നുണ്ട്. ഒന്നും നോക്കണ്ട, നേരിട്ട് നമ്മുടെ കുന്നമംഗലം AR ക്ലച്ച് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളുടെയും ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഏത് വാഹനങ്ങളുടെയും ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും സെറ്റ് ചെയ്ത് വെച്ചത് എല്ലാം ഇവിടെ റെഡിയാണ്.